നേരത്തെ നമ്മൾ തലക്കെട്ടുകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കൈവെട്ട് കേസിൽ റിമാൻഡിലായ ഒന്നാം പ്രതി സവാദിന്റെ തിരിച്ചറിയൽ പരേഡ് ഇന്ന് നടക്കാനാണ് സാധ്യത. NIA-യുടെ അപേക്ഷ പരിഗണിച്ച് എറണാകുളം CJM കോടതി കഴിഞ്ഞ ദിവസം തിരിച്ചറിയൽ പരേഡിന് അനുമതി നൽകിയിരുന്നു. എറണാകുളം സബ് ജയിലിലായിരിക്കും പരേഡ് നടത്തുക. ഉമേഷ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഉമേഷ്. ഗുഡ് മോർണിംഗ് കാവ്യ. കൈവെട്ട് കേസിൽ ഏറ്റവും നിർണായകമായ അതിന്റെ കേസിന്റെ വഴികളിൽ ആ നാൾവഴികളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതി സവാദിനെ പിടിക്കാനായത് എന്നതടക്കം ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്ന ഒരു സമയമാണ്. ഇന്ന് പൂർണ്ണമായും ഈ തിരിച്ചറിയൽ പരേഡ് നടക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് തന്നെ തിരിച്ചറിയൽ പരേഡ് നടന്നേക്കും എന്നുള്ളതാണ് ജയിൽ അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ കഴിഞ്ഞ ദിവസം എറണാകുളം CJM കോടതി ഈ തിരിച്ചറിയൽ പരേഡിന് അനുമതി നൽകിയിരുന്നു. NIA ഇത്തരത്തിൽ തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതുണ്ട്, അതിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് CJM കോടതിയെ സമീപിക്കുകയും CJM അതിന് അനുമതി നൽകുകയും ചെയ്തു. ഇന്ന് ഒരുപക്ഷെ ഉച്ച കഴിഞ്ഞ് നടക്കാനാണ് സാധ്യത എന്നാണ് അറിയുന്നത്. എറണാകുളം സബ് ജയിലിലായിരിക്കും ഈ തിരിച്ചറിയൽ പരേഡ് നടക്കുക. കാരണം അവിടെയാണ് ഈ ഒന്നാം പ്രതിയായ സവാദ് നിലവിൽ സവാദിനെ പാർപ്പിച്ചിരിക്കുന്നത് എറണാകുളം സബ് ജയിലിലാണ്. അവിടെ മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും ഈ തിരിച്ചറിയൽ പരേഡ് നടത്തുക. ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും നിർണായകവുമായ നടപടിയാണ് ഈ തിരിച്ചറിയൽ പരേഡ് എന്നുള്ളത്. അതിൻ്റെ ഒരു നടപടിക്രമം പറയുന്നത് സവാദുമായി രൂപസാദൃശ്യമുള്ള കുറച്ചധികം പേരെ ഒരുമിച്ച് നിർത്തി അതിൽ നിന്ന് സവാദിനെ ഈ കേസിലെ ഇരയാക്കപ്പെട്ട പ്രൊഫസർ TJ ജോസഫും ഒപ്പം മറ്റ് സാക്ഷികളും മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ ഈ കേസിന് ഏറെ ഗുണം ചെയ്യുന്ന ഒരു നടപടിയാണത്. NIA-യുടെ കേസിന് അന്വേഷണത്തിന് മുന്നോട്ട് പോക്കിന് ഏറ്റവും ഗുണകരമാകുന്നൊരു നടപടിയായി അത് മാറുകയും ചെയ്യും. നിലവിൽ NIA പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒന്നാം പ്രതി സവാദിനെ കണ്ടെത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. പക്ഷേ അത് കോടതിക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, നിയമപരമായി തെളിയിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് തിരിച്ചറിയൽ പരേഡ് നടത്തുന്നത്. സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ ഉച്ച കഴിഞ്ഞ് ആയിരിക്കും എറണാകുളം സബ് ജയിലിൽ ഈ തിരിച്ചറിയൽ പരേഡ് നടക്കാനുള്ള സാധ്യത എന്നാണ് അറിയുന്നത്. പ്രൊഫസർ TJ ജോസഫിനെ കൂടാതെ ഈ കേസിൽ സാക്ഷികളായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉൾപ്പെടെ സാക്ഷിയായിരുന്നു. പക്ഷേ അവർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഒപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരി സിസ്റ്റർ സ്റ്റെല്ല ഉണ്ട്. ഇതുകൂടാതെ അദ്ദേഹത്തിൻ്റെ മകൻ, ഒപ്പം ഈ കുറ്റകൃത്യത്തിന് അന്ന് സാക്ഷിയായവർ. അങ്ങനെ വിപുലമായൊരു സാക്ഷി പട്ടിക NIA തയ്യാറാക്കിയിട്ടുണ്ട്. ഇവരോടെല്ലാം ഇന്ന് സബ് ജയിലിലേക്ക് എത്താൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ ഈ തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാവുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തിരിച്ചറിയൽ പരേഡ് കഴിഞ്ഞാലുടൻ സവാദിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ സമർപ്പിക്കാനാണ് NIA തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഒട്ടേറെ കാര്യങ്ങൾ സവാദിൽ നിന്ന് അറിയേണ്ടതുണ്ട്. ഈ കേസിലെ ഒന്നാം പ്രതിയാണ്. 13 വർഷം ഒളിവിൽ കഴിഞ്ഞതിന് ശേഷമാണ് സവാദിനെ പിടികൂടിയിരിക്കുന്നത്. ഈ 13 വർഷക്കാലം സവാദ് എവിടെയായിരുന്നു, ആരുടെയൊക്കെ സഹായം ലഭിച്ചു, ആരൊക്കെയാണ് സവാദിൻ്റെ സംരക്ഷകർ, സഹായികൾ തുടങ്ങിയ ഒളിത്താവളങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം NIA-ക്ക് അറിയേണ്ടതുണ്ട്. ആ തരത്തിൽ സവാദിനെ വിശദമായി ചോദ്യം ചെയ്യണം. അതിന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കണം. അത് ഈ തിരിച്ചറിയൽ പരേഡ് പൂർത്തിയായാലുടൻ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയും അങ്ങനെ കസ്റ്റഡി ലഭിച്ചാൽ വളരെ വിശദമായി തന്നെ സവാദിനെ ചോദ്യം ചെയ്യാനാണ് NIA തീരുമാനിച്ചിരിക്കുന്നത്. കാവ്യ.